ഇനി എന്തുകൊണ്ടാണ് അമേരിക്ക ഭയപ്പെടുന്നത് എന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ടെക്നോളജിയാണ്. 20 വർഷം മുമ്പ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനോ, ഒരു ബഹിരാകാശ ദൗത്യം ആരംഭിക്കാനോ, ഒരു മിസൈൽ രൂപകൽപ്പന ചെയ്യാനോ അമേരിക്ക, യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യ എന്നിവിടങ്ങളിലേക്ക് നോക്കണമായിരുന്നു ഇന്ത്യ. ഇന്ന് ഇന്ത്യ അത് കുറഞ്ഞ ചിലവിൽ, വേഗത്തിൽ, ചില സന്ദർഭങ്ങളിൽ കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യുന്നു. ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയപ്പോൾ അതൊരു ബഹിരാകാശ നേട്ടം മാത്രമായിരുന്നില്ല, അതൊരു സന്ദേശമായിരുന്നു. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇന്ത്യ സ്വന്തം 5G, സ്വന്തം ചിപ്പുകൾ, സ്വന്തം AI, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുമ്പോൾ അത് പറയുന്നത് ഞങ്ങൾ ഇനി ആരുടെയും അവശിഷ്ടങ്ങൾക്കായി യാചിക്കില്ല എന്നാണ്. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. രണ്ടാമത് സമ്പദ് വ്യവസ്ഥയാണ്. നിങ്ങളോട് ഒരു കാര്യം പറയാം, കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യ അതിവേഗം മുന്നോട്ട് പോകുന്നത് അമേരിക്കക്ക് അവഗണിക്കാൻ കഴിയില്ല. അത് വെറും GDPയുടെ കാര്യം മാത്രമല്ല, ഇതിന് വലിയ മാനമുണ്ട്. 1.5 ബില്യൺ ആളുകൾ ഉയരങ്ങളിലേക്ക് മുന്നേറുന്നു, വാങ്ങുന്നു, നിർമ്മിക്കുന്നു, ഉപയോഗിക്കുന്നു, നവീകരിക്കുന്നു. ആ വിപണിയെ അമേരിക്കക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പതിറ്റാണ്ടുകളായി അമേരിക്കൻ കമ്പനികൾ മറ്റു രാജ്യങ്ങളെ തങ്ങളെ ഭരിക്കാൻ കഴിയുന്ന ഉപഭോക്താക്കളായി മാത്രമാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യ ആ രീതി മാറ്റിയെഴുതി. ഇന്ത്യ പറഞ്ഞു, ഇവിടെ വന്ന് നിക്ഷേപിക്കൂ, പക്ഷേ ഞങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം. നിങ്ങൾക്ക് ഞങ്ങളുടെ വിപണി വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് കളിക്കണം. പല രാജ്യങ്ങൾക്കും താങ്ങാൻ കഴിയാതിരുന്ന ആ ഒരു ആത്മാഭിമാനമായിരുന്നു അത്. ഇപ്പോൾ അമേരിക്ക തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുന്നതായി കാണുന്നു. മൂന്നാമത് സൈനിക ശക്തിയാണ്. അമേരിക്കക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റ് ഉണ്ട്. അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ സൈനിക ശക്തി എന്നത് നിങ്ങൾ അതിനായി എത്ര പണം ചെലവഴിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതല്ല. അത് തന്ത്രത്തെയും പ്രതിരോധത്തെയും സ്വയം പര്യാപ്തതയും ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇന്ത്യക്ക് എവിടെയും ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളുണ്ട്. കടലിൽ മറയാൻ കഴിയുന്ന അന്തർവാഹിനികളുണ്ട്. കൃത്യമായ ആയുധങ്ങൾക്ക് വഴി കാണിക്കാൻ കഴിയുന്ന ഉപഗ്രഹങ്ങളുണ്ട്. അതിലുപരി ആവശ്യമെങ്കിൽ അവ ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തിയും ഇന്ത്യക്കുണ്ട്. ഇന്ത്യ എപ്പോഴും കരുതലോടെ നിൽക്കുമെന്നും എപ്പോഴും നിഷ്പക്ഷമായിരിക്കുമെന്നും അമേരിക്ക കരുതി. എന്നാൽ ബാലാക്കോട്ടിലും ഗാൽവാനിലും അതിർത്തി ലംഘിച്ചപ്പോൾ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യ എത്രത്തോളം ശക്തമായി പ്രതികരിക്കുമെന്ന് ഇന്ത്യ തന്നെ തെളിയിച്ചു. ഇന്ത്യ അമേരിക്കയെയും ഞെട്ടിച്ചു. കാരണം അവർ കരുതിയതുപോലെ മൃദുവായ ശക്തിയായിരുന്നില്ല, അത് ബുദ്ധിയും കരുത്തുമുള്ള ഒരു ശക്തിയായിരുന്നു. മറ്റൊരു കാര്യം സഖ്യങ്ങളാണ്. അമേരിക്ക ആളുകളെ ഭിന്നിപ്പിച്ച് ഒരു രാജ്യത്തെ തങ്ങളുടെ ആശ്രിതരായി മറ്റൊന്നിനെ ശത്രുവാക്കി എപ്പോഴും നിർത്താൻ ശ്രമിച്ചിരുന്നു.